രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി മഹാരാഷ്ട്ര മുൻ ഗവർണർ CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാവിലെ 10-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രപതി ഭവനിൽ എത്തിയിരുന്നു. മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ചടങ്ങിൽ പങ്കെടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പക്ഷേ ചടങ്ങിൽ പങ്കെടുത്തില്ല. ചൊവ്വാഴ്ച നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B. സുദർശൻ റെഡ്ഡിയെ 152 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചത്. ആകെ പോൾ ചെയ്തത് 767 വോട്ടുകളാണ്. ഇതിൽ 452 വോട്ടുകൾ നേടിയാണ് CP രാധാകൃഷ്ണൻ വിജയിച്ചത്. ജൂലൈ 21-ന് മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനിടെ മഹാരാഷ്ട്ര രാജ്ഭവനിൽ നടന്ന അനൌദ്യോഗിക അനുമോദന യോഗത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയവാദിയാണ് താനെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. മഹാരാഷ്ട്ര ഗവർണറായുള്ള കാലം പൊതുജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലമായിരുന്നു. ഛത്രപതി ശിവജി വിദേശ ആക്രമണകാരികളോട് പോരാടിയപ്പോൾ BR അംബേദ്കർ അടിച്ചമർത്തലിനെതിരെ പോരാടി. അത്തരം ദീർഘദർശികൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമായി തുടരുന്നതെന്നും രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.